ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കിളിക്കൂട്ടിലുള്ള എല്ലാവരും കുടുംബക്ഷേത്രത്തിൽ തൊഴാനായി വരികയാണ്. 3 ദിവസം അവിടെ താമസിച്ച് ക്ഷേത്രത്തിൽ തൊഴുത് തിരുവനന്തപുരത്തേക്ക് മടങ്ങാനാണ് അവരുടെ തീരുമാനം. താമസ സ്ഥലത്തെത്തിയ അവർ സുനന്ദയും അശ്വിനെയും ലളിതയും എല്ലാം കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. ലളിതയും ടെൻഷനോടുകൂടി നിൽക്കുന്നു. സുനന്ദയും അശ്വിനും സന്തോഷത്തോടുകൂടി അവരോട് സംസാരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ലളിത ഗംഗാധരന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നു, ചേട്ടനാണോ കുടുംബക്ഷേത്രത്തിന്റെ അഡ്രസ് സുഭാഷിന് കൊടുത്തത്? അതെ, ഞാനാ കൊടുത്തതെന്ന് ഗംഗാധരൻ പറയുമ്പോൾ ലളിത പറയുകയാണ്, അത് എന്നോട് പറയണ്ടായിരുന്നോ? അപ്പോൾ ഗംഗാധരൻ പറയുകയാണ്, ആദ്യം അഡ്രസ് കൊടുക്കണ്ടെന്നാ തീരുമാനിച്ചിരുന്നത്. അവൻ അഡ്രസ് ചോദിച്ചതിന് ശേഷം രാത്രി ദൈവം നേരിൽ വന്നു. കുലദൈവം എന്റെ മുന്നിൽ വന്ന് അഡ്രസ് കൊടുക്കാഞ്ഞത് എന്താണെന്ന് ചോദിച്ച് എന്നെ കുറ്റപ്പെടുത്തി. നമ്മുടെ ദൈവം തന്നെയല്ലേ അവരുടേതും. അഡ്രസ് കൊടുത്തില്ലെങ്കിൽ ദൈവം കോപിക്കുമോന്ന് ഭയന്ന് ഞാൻ അഡ്രസ് കൊടുത്തു. അവരെന്താ എന്നും കുടുംബക്ഷേത്രത്തിൽ വരുന്നോ? വരുമ്പോ നോക്കാം. അല്ല, നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞത്? അപ്പൊ ലളിത പറയുകയാണ്, എന്നോട് ആര് പറഞ്ഞെന്നോ? ആ സുഭാഷും അവന്റെ കുടുംബം മുഴുവനും ഇവിടെ വന്നിട്ടുണ്ട്. നീ എന്താടി ഈ പറയുന്നത്? അവരവിടെ വന്നുവെന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ ലളിത പറയുകയാണ്, ചേട്ടൻ അഡ്രസ് കൊടുത്ത് അവര് വരാതിരിക്കുവോ? ഭാസ്കരന്റെ മരുമകൾ നിധി, ഒരു ബന്ധവും ഇല്ലാത്ത ഏതോ ഒരു ഹിന്ദിക്കാരി, എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയും പേർക്ക് താമസിക്കാൻ ഇവിടെ സ്ഥലമുണ്ട്. ക്ഷേത്രത്തിനടുത്ത് നമ്മുടെ ചിറ്റപ്പന്റെ വീടില്ലേ, അവിടെ ഞാനും സുനന്ദയും അശ്വിനും എല്ലാം താമസിക്കുന്നത്. അതേ വീട്ടിൽ തന്നെയാണ് അവരും താമസിക്കാൻ വന്നത്. ഇത് കേട്ട് ഗംഗാധരൻ പറയുകയാണ്, അയ്യോ, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ലളിത. അവർ അഡ്രസ് ചോദിച്ച ഉടനെ അങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് കേട്ട് ലളിത പറയുകയാണ്, നല്ല വിചാരോ ചേട്ടാ, അവരെല്ലാവരും ഇവിടെ ഉണ്ട്. കുടുംബക്ഷേത്രത്തിലേക്ക് വന്നിട്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല. സുനന്ദയും ഇതേ വീട്ടിൽ തന്നെയാ താമസിക്കുന്നത്. അതാ എന്റെ ടെൻഷൻ. അവൾ എപ്പോ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഗംഗാധരൻ പറയുകയാണ്, ലളിത, അവളുടെ കല്യാണം കഴിഞ്ഞില്ലേ, അത് അവക്കും അറിയാലോ. പഴയതുപോലെ ഒന്നും സംഭവിക്കില്ല, അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഇത് കേട്ട് ലളിത പറയുകയാണ്, ഏട്ടൻ ഇവിടേക്ക് വന്നിരിക്കുക, അപ്പോഴേ എന്റെ അവസ്ഥ മനസ്സിലാക്കൂ. സുനന്ദയുടെ കാര്യം വിട്. ഇവന്മാരാരെങ്കിലും അശ്വിനോട് എന്തെങ്കിലും പറഞ്ഞാൽ എന്താകും അവസ്ഥ? നമ്മളെല്ലാവരും കുടുംബത്തോടെ വന്നതുപോലെ ഉണ്ട് ഇപ്പോൾ. ഗംഗാധരൻ പറയുന്നു, ഇവന്മാരെല്ലാം കൂടി ഇപ്പൊ അങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഇത് കേട്ട് ലളിത പറയുകയാണ്, ഒന്ന് പോ ചേട്ടാ, ആവശ്യമില്ലാത്ത ഓരോന്ന് ചെയ്തു വെച്ചിട്ട്. ഇനി എല്ലാ വർഷവും അവന്മാരും ഇവിടെ വരും. പതിയെ പതിയെ നമ്മുടെ കുടുംബത്തോടടുക്കും. സ്വപ്നം കണ്ടു അത് ഇതെന്ന് പറഞ്ഞ അഡ്രസ് കൊടുത്തതല്ലേ, അനുഭവിച്ചു. ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് എനിക്ക് ടെൻഷനാ. ഇത് കേട്ട് ഗംഗാധരൻ പറയുന്നു, നീ പേടിക്കാതെ ലളിത, ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് വരട്ടെ. ഇത് കേട്ട് ലളിത പറയുകയാണ്, ആ ചേട്ടൻ വന്നാൽ ഉടനെ അവന്മാരെല്ലാം കൂടെ അങ്ങ് പോകുമല്ലോ. വിട്, വന്ന് പെട്ടുപോയില്ലേ, ഞാൻ എങ്ങനെയെങ്കിലും എല്ലാത്തിനെയും ഒതുക്കി നിർത്താൻ നോക്കാം. ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ, അതാ ഞാൻ ചേട്ടനെ വിളിച്ചത്. ഞാൻ വെക്കുക. അപ്പൊ ഗംഗാധരൻ പറയുകയാണ്, ലളിത, നീ ചിന്തിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല. അവര് തൊഴുത് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പൊയ്ക്കോളും. എന്തെങ്കിലും ഉണ്ടായാൽ നീ ഉടനെ എന്നെ വിളിക്കണം. ഞാൻ വന്ന് അമ്മമാരെ വിരട്ടി ഓടിച്ചോളാം. ശരി ഏട്ടാ, ഞാൻ വെക്കുവാന്ന് പറഞ്ഞ് ലളിത ഫോൺ കട്ട് ചെയ്യുകയാണ്. ഗംഗാധരൻ ടെൻഷനോടുകൂടി ഇരിക്കുന്നു. തുടർന്ന് രാത്രി ചാന്ദിനിയും സുഭാഷും കൂടി സംസാരിച്ച് പുറത്തിരിക്കുമ്പോൾ എല്ലാവരും കുറച്ചപ്പുറത്തായി ഇരിക്കുകയാണ്. അടുക്കളയിലേക്ക് വന്ന നിധി ലളിതയോട് ചോദിക്കുന്നു, എന്താ ചെയ്യുന്നത്? പാചകമാണോ? അവൾ ലളിത പറയുകയാണ്, അല്ല, തുണി കഴുകുക. നിധി ചോദിക്കുന്നു, ഞാനും കൂടി അടുപ്പ് ഉപയോഗിച്ചോട്ടെ? അപ്പോൾ ലളിത പറയുകയാണ്, അതൊന്നും പറ്റില്ല. നിങ്ങൾ വന്നു ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് പൊയ്ക്കോണം, അല്ലാതെ ഇവിടെ പാചകം ചെയ്ത് കൂടാനൊന്നും ശ്രമിക്കേണ്ട. ഞാനിപ്പോ എന്താ ചോദിച്ചെന്ന് നിധി ചോദിക്കുമ്പോൾ അവിടേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവര് നിധിയെ വഴക്ക് പറഞ്ഞോ? അപ്പൊ നിധി പറയുകയാണ്, അതൊന്നുമില്ല സുധീഷ്, ഞാനും കൂടി ഈ അടുപ്പ് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചതാ. സുധീഷ് ചോദിക്കുന്നു, നിധി എന്തിനാ പാചകമൊക്കെ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കാം. ഇത് കേട്ട് ലളിത പറയുകയാണ്, ഇതെന്താ സിറ്റിയാണോ? ഇവിടെ അധികം കടകളൊന്നുമില്ല, നമ്മൾ തന്നെ പാചകം ചെയ്ത് കഴിക്കണം. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല നിധി, ഒരുപാട് പേര് ഈ ക്ഷേത്രത്തിൽ വരുന്നതാ, അപ്പം നല്ലൊരു ഹോട്ടൽ കാണാതിരിക്കില്ല. അപ്പൊ നിധി പറയുകയാണ്, സുധീഷ്, എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം, ചെറിയ തൊണ്ടവേദനയുണ്ട്, യാത്ര ചെയ്തതുകൊണ്ടായിരിക്കും, അതുകൊണ്ട് അടുപ്പ് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചത്. അപ്പൊ ലളിത പറയുകയാണ്, ചൂടുവെള്ളം ഇല്ല, തണുത്ത വെള്ളം ഇല്ല, ഇവിടെയുള്ള ഒരു പാത്രത്തെ പോലും തൊട്ടു പോകരുത്. നിങ്ങളാരും ഇവിടെ താമസിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. സുധീഷ് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അവള് കുറച്ച് ചൂടുവെള്ളം വെച്ചോട്ടെ എന്നല്ലേ ചോദിച്ചുള്ളൂ, ഒരു അടുപ്പ് ഒഴുങ്ങി കൊടുത്തൂടെ? പറ്റില്ലടാന്ന് ലളിത പറയുമ്പോൾ നിധി പറയുകയാണ്, സുധീഷേ വാ, നമുക്ക് പോകാം. അപ്പൊ സുധീഷ് പറയുകയാണ്, ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അങ്ങനെ സുധീഷ് ലളിത ഗ്യാസ് അടുപ്പിൽ വെച്ചിരിക്കുന്ന പാത്രം എടുത്ത് മാറ്റി നിധിക്കുള്ള ചൂടുവെള്ളം വെക്കുകയാണ്. ലളിത ചോദിക്കുന്നു, എടാ നീ എന്താണ് ഈ കാണിക്കുന്നത്? പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാത്രം എടുത്ത് മാറ്റുന്നു. അപ്പൊ സുധീഷ് പറയുകയാണ്, 5 മിനിറ്റ് ഒന്ന് ക്ഷമിക്ക്, ആദ്യം ഞങ്ങള് വെള്ളം ഒന്ന് ചൂടാക്കിക്കോട്ടെ, അതിനുശേഷം നിങ്ങൾ എന്ത് വേണമെങ്കിലും പാചകം ചെയ്തു. ലളിത പറയുന്നു, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്, ക്ഷേത്രത്തിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോടാ ചെയ്യുന്നത്? സുധീഷ് ചോദിക്കുന്നു, അടുപ്പ് പോലും തരില്ല, അതൊന്നും തെറ്റല്ല, ഞങ്ങള് വെള്ളം ചൂടാക്കിയതാണ് തെറ്റ്. നിധി പറയുന്നു, സുധീഷെ വഴക്ക് വേണ്ട. അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാൻ എപ്പോഴാ നിധി വഴക്കുണ്ടാക്കാൻ പോയത്? ഇവരല്ലേ വഴക്കുണ്ടാക്കുന്നത്. നിധി വയ്ക്കോ, ഞാൻ ചൂടുവെള്ളം എടുത്തോണ്ട് വരാം. സുധീഷ് ചൂടുവെള്ളം എടുത്ത് നിധിയുടെ പിന്നാലെ പോവുകയാണ്. തുടർന്ന് എല്ലാവരുടെ അരികിലേക്ക് വന്ന നിധി ലളിത ദേഷ്യപ്പെട്ടതും സുധീഷ് തനിക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി തന്നതും ഒക്കെ പറയുകയാണ്. അപ്പൊ സുഭാഷ് പറയുന്നു, മോൾ ഇനിയും അമ്മായിയുടെ അരികിലേക്ക് പോണ്ട, എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, എന്തിനാ വെറുതെ അമ്മായിയുടെ വായിലിരിക്കുന്നത് കേൾക്കുന്നത്? ഈ സമയം മണി അവിടേക്ക് ഭക്ഷണവുമായി
ഭക്ഷണവുമായി വരികയാണ്. നിധി പറയുകയാണ്, സുധീഷ് ഇപ്പോഴല്ലേ പറഞ്ഞത് ഭക്ഷണം വാങ്ങുന്ന കാര്യം, അതിനുള്ളിൽ ഭക്ഷണം വന്നോ? അപ്പൊ സുധീഷ് പറയുകയാണ്, നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, അതുകൊണ്ട് ഞാൻ വന്ന ഉടനെ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. അപ്പൊ നിധി പറയുകയാണ്, ഞങ്ങളെല്ലാവരും കാറിലിരുന്നല്ലേ വന്നത്, സുധീഷ് അല്ലേ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചോണ്ട് വന്നത്, സുധീഷും നല്ല ക്ഷീണവും വിശപ്പും ഒക്കെ കാണുമല്ലോ. ഇത് കേട്ട് പുഞ്ചിരിച്ച് നികേഷ് പതിയെ ഹരീഷിനോട് പറയുന്നു, ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് സുധീഷ് ഏട്ടൻ ഏട്ടത്തിയുടെ അടുത്ത് സ്കോർ ചെയ്യുമെന്നാ തോന്നുന്നത്. ഇത് കേട്ട് ഹരീഷ് പുഞ്ചിരിക്കുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ് മണി. ചേട്ടാ വെജ് ആണോ നോൺ വെജ് ആണോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ മണി പറയുകയാണ്, ക്ഷേത്രത്തിലേക്ക് വന്നതല്ലേ, നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല. മണി ചോദിക്കുന്നു, നിങ്ങളുടെ അമ്മായി ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് തരില്ലേ? അപ്പൊ സുഭാഷ് പറയുകയാണ്, സ്വത്ത് തർക്കം കാരണം അമ്മായി ഞങ്ങളോട് അധികം സംസാരിക്കാറില്ല. ഇത് കേട്ട് മണി പറയുകയാണ്, ഓ അതാണോ വർഷാവർഷം അവര് മാത്രം ഇവിടെ വന്ന് ക്ഷേത്രത്തിൽ പൂജകളൊക്കെ നടത്തുന്നത്. ഇപ്പൊ നിങ്ങൾക്കും ക്ഷേത്രം എവിടെയാണെന്ന് മനസ്സിലായല്ലോ, വർഷാവർഷം ഇവിടെ വരണം. തുടർന്ന് എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിക്കുകയാണ്. നികേഷ് പറയുന്നു, ചേട്ടാ ഇഡ്ഡലിയൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഈ സമയം അവിടേക്ക് വന്ന ലളിത എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. പുഞ്ചിരിച്ച ലളിതയെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുന്നു, ഈ നാട്ടില് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കിട്ടില്ലാന്ന് ആരോ ഒരാൾ പറഞ്ഞായിരുന്നു, പക്ഷെ ഭക്ഷണം സൂപ്പർ ആയിട്ടുണ്ടല്ലേ. അപ്പൊ ഇവിടെയും നല്ല ഹോട്ടലൊക്കെ ഉണ്ട്. ലളിത ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോകുമ്പോൾ നികേഷ് പറയണ, സുഭാഷ് ഏട്ടനും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അവൾ സുഭാഷ് ചോദിക്കണ, എടാ ഞാൻ ഉണ്ടാക്കുന്നതിന് എന്തു കുറവാടാ ഉള്ളത്? അപ്പൊ നികേഷ് പറയണ, സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കുന്നതൊക്കെ നല്ലതാ, പക്ഷെ ഇപ്പൊ ഇതിന് ഒരു വെറൈറ്റി ടേസ്റ്റാ, മറ്റൊരു നാട്ടിലായതുകൊണ്ടായിരിക്കും. ഇത് കേട്ട് തലയാട്ടി സുഭാഷ് പറയുന്നു, കഴിക്ക്. മണി ചോദിക്കുന്നു, സുധീഷിന്റെ കല്യാണം കഴിഞ്ഞല്ലോ, ഇതുവരെ സുധീഷിന്റെ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞില്ലേ? ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, രണ്ടാമത്തെ ആളിന് പെട്ടെന്ന് കല്യാണം കഴിക്കണമായിരുന്നു, ആദ്യത്തെ ആളിന് അത്ര ധൃതിയൊന്നുമില്ല. ഞാൻ ചുമ്മാതെ ചോദിച്ചതാണെന്ന് മണി പറയുമ്പോൾ നികേഷ് പറയണ, ഈ ചോദ്യം ഞങ്ങൾ 100-150 തവണ കേട്ടിട്ടുണ്ട്. അത് കേട്ട് ഇപ്പൊ ദേഷ്യ വരുന്നേ, അതെനിക്ക് അറിയില്ലായിരുന്നു എന്ന് മണി പറയുന്നു. ഈ സമയം മദ്യപിച്ച് ലക്ക് കേട്ട് 2-3 ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ് ഭാസ്കരൻ അവരുടെ ഒപ്പം ഡാൻസ് ചെയ്യുകയും ഉറക്കെ സംസാരിക്കുകയുമാണ്. ഇത് കണ്ട് ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് എല്ലാവരും. അച്ഛാ ഒന്ന് വെറുതെ ഇരിക്കുന്ന സുഭാഷ് ഉറക്കെ പറയുമ്പോൾ ഒരാൾ ചോദിക്കുന്നു, ഭാസ്കര ഇതൊക്കെ ആരാ? അപ്പോൾ ഭാസ്കരൻ പറയുകണ, അയ്യോ ഞാൻ പറയാൻ മറന്നുപോയി, എനിക്ക് 4 മക്കളാ, ഇതെന്റെ ആദ്യത്തെ മോനാ സുഭാഷ്, രണ്ടാമത്തെ ആൾ സുധീഷ്, മൂന്നാമത്തെ ആൾ ഹരീഷ്, നാലാമത്തെ ആള് നികേഷ്. അച്ഛ വന്നിരുന്ന് കഴിക്കുന്ന സുഭാഷ് പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഒന്ന് പോടാ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കണ്ടതാ, ഇവന്മാരെയൊക്കെ കണ്ടിട്ട് എത്ര വർഷമായെന്നറിയോ? അവിടേക്ക് വന്ന ലളിത ചോദിക്കുന്നു, എന്താ ഇവിടെ ഒരു ബഹളം? സുനന്ദയും ഭർത്താവും അകത്തുള്ളതാ, വെറുതെ കിടന്ന് ശബ്ദം ഉണ്ടാക്കരുത്. ഭാസ്കരൻ ചോദിക്കുന്നു, നീ ഇവിടെയും വന്നു? അപ്പൊ ലളിത ചോദിക്കണം, മണി നീ എന്താ ഈ ചെയ്തത്? എന്തിനാ ഇവരെല്ലാം ഇവിടെ താമസിപ്പിച്ചത്? ഭാസ്കരൻ ചോദിക്കുന്നു, നീ എന്താടി എന്നെ എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ നാണം കെടുത്താൻ ശ്രമിക്കുകയാണോ? അപ്പൊ സുഭാഷ് പറയുന്നു, അച്ഛാ വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കാതെ ഇവിടെ വന്നിരുന്ന് കഴിക്കും. മണി പറയുന്നു, ഭാസ്കരേട്ടാ വാ, കൂട്ടുകാരുടെ ഒപ്പം വാ, നമുക്ക് ഈ നാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിട്ട് വരാം, ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണമെന്ന് ഭാസ്കരന്റെ ഫ്രണ്ട്സ് പറയുമ്പോൾ, എങ്കിൽ നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോകും, ഞാൻ ഈ നാടൊക്കെ ഒന്ന് ചുറ്റി കാണട്ടെ എന്ന് പറഞ്ഞ മണിയുടെ ഒപ്പം ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് ഭാസ്കരൻ. സുഭാഷ് പറയുന്നു, നിങ്ങൾ കഴിക്ക്, കുറച്ച് കഴിയുമ്പോൾ അച്ഛനിങ്ങ് വരും. ഈ സമയം അശ്വിനും സുനന്ദ അവിടേക്ക് വരികയാണ്. സുനന്ദ ചോദിക്കുന്നു, നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഞാൻ നിങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്. ഇരിക്കുന്ന സുഭാഷ് പറയുമ്പോൾ സുനന്ദ ചോദിക്കണം, സുഭാഷ് ഏട്ടാ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ? നികേഷ് പറയണം, ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, ഇഡ്ഡലി, ദോശ, സാമ്പാർ, ചട്നി അത്രയൊക്കെ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതേ ഒന്ന് സുനന്ദ ചോദിക്കുമ്പോൾ സുധീഷ് പറയണം, പാവം ഈ ടേസ്റ്റ് അറിയാനുള്ള യോഗമില്ല, നിങ്ങൾ നിങ്ങളുടെ അമ്മ ഉണ്ടാക്കിയതല്ലേ കഴിക്കാൻ പോകുന്നത്. പുഞ്ചിരിച്ച അശ്വിൻ പറയുന്നു, സുനന്ദയുടെ അമ്മ നന്നായി പാചകം ചെയ്യും, ഇപ്പോഴും അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്നത് കണ്ടു. അപ്പൊ സുഭാഷ് പറയണ, അമ്മായി പാചകം ചെയ്യട്ടെ, ഇപ്പൊ നിങ്ങള് ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് കഴിക്കുക. അങ്ങനെ സുഭാഷ് അവർക്കും ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ്. അശ്വിന്റെ നേരെ സുനന്ദ ആ പ്ലേറ്റ് നീട്ടുമ്പോൾ അശ്വിൻ പറയുകയാണ്, സുനന്ദ കഴിക്കുക, അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം. ഇല്ല അശ്വിൻ കഴിക്കുന്ന സുനന്ദ പറയുമ്പോൾ നിധി പറയുകയാണ്, സുനന്ദയ്ക്ക് വേറെ പ്ലേറ്റ് കൊടുക്കാം, അത് അശ്വിൻ കഴിച്ചോ? അപ്പോൾ സുനന്ദ പറയുന്നു, വേണ്ട, ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്തോളാം. അങ്ങനെ അശ്വിനും സുനന്ദയും കൂടി ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുകയാണ്. സന്തോഷത്തോടു കൂടി എല്ലാവരും അവരെ നോക്കുന്നു. അശ്വിനും സുനന്ദയും പറയുന്നു, നന്നായിട്ടുണ്ട്. അശ്വിൻ പറയുന്നു, സുനന്ദയുടെ ശബ്ദം കേട്ട് നിന്റെ അമ്മ ഇപ്പം പുറത്തേക്ക് വരും. അപ്പോൾ സുനന്ദ പറയുകയാണ്, അത് ശരിയാ, അമ്മ അറിഞ്ഞാ പിന്നെ ബഹളം വെക്കാൻ അത് മതി. അശ്വിൻ ഗൾഫിന് പോയില്ലേന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അശ്വിൻ പറയുകയാണ്, പോയായിരുന്നു, ഇപ്പൊ വീണ്ടും നാട്ടിലേക്ക് വന്നതാ, സുനന്ദയെ കൂട്ടിക്കൊണ്ടു പോകാനായി. വിസ പ്രോസസ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോകും. ഈ സമയം സുനന്ദയെന്ന് വിളിച്ച് അവിടേക്ക് വരികയാണ് ലളിത. അശ്വിനും സുനന്ദയും ഞെട്ടി മുഖത്തോട് മുഖം നോക്കുന്നു. എല്ലാവരും ടെൻഷനോടുകൂടി ഇരിക്കുകയാണ്. സുനന്ദ പറയുന്നു, പെട്ടു. അപ്പൊ ലളിത പറയുകയാണ്, എടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലേ, നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കുകയാണോ? അപ്പൊ സുനന്ദ പറയുകയാണ്, അമ്മേ ചുമ്മാ 2 ഇഡ്ഡലി ഷെയർ ചെയ്ത് കഴിച്ചതേ ഉള്ളൂ, അമ്മ ഉണ്ടാക്കിയ ഭക്ഷണവും ഞങ്ങൾ കഴിക്കും, അമ്മ വിഷമിക്കണ്ട. ലളിത ചോദിക്കുന്നു, എന്താ അശ്വിൻ ഇത്, ഇവിടെ കൂടി ചേർന്ന് ഇവിടെ ഇരുന്ന് കഴിക്കുകയായിരുന്നു? അപ്പൊ അശ്വിൻ പറയുന്നു, അങ്ങനെയൊന്നും ഇല്ലമ്മേ, അമ്മ ഉണ്ടാക്കിയതും ഞാൻ കഴിക്കും, ഞങ്ങൾ ഇവർക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടി കഴിച്ചതാ. അപ്പൊ ലളിത പറയുകയാണ്, ഹോട്ടലിലെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ തന്നെ പാചകം ചെയ്യുന്നത്, നിങ്ങൾ എഴുന്നേറ്റ് അകത്തേക്ക് വാ. സുനന്ദ അശ്വിനെയും കൂട്ടി അകത്തേക്ക് വരുന്നുണ്ടോ? ഇപ്പൊ വരാന്ന് സുനന്ദ പറയുമ്പോൾ പെട്ടെന്ന് വാന്ന് പറഞ്ഞ് ലളിത അകത്തേക്ക് പോവുകയാണ്. പുഞ്ചിരിച്ച അശ്വിൻ പറയുന്നു, ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ സുനന്ദ പറയുകയാണ്, അശ്വിൻ കഴിക്ക്,
നിങ്ങൾ എല്ലാവരും കഴിക്കുക. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുകയാണ്. തുടർന്ന് അവിടേക്ക് വന്ന മണി പറയുന്നു, നിങ്ങൾ എല്ലാവരും ഉറങ്ങാൻ നോക്കിക്കോ. അച്ഛൻ എവിടെയെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ മണി പറയുകയാണ്, വഴിയിൽ വെച്ച് ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ എന്നെ വേണ്ടാന്ന് പറഞ്ഞ ഫ്രണ്ട്സിന്റെ ഒപ്പം പോയി. അച്ഛനെങ്കിൽ വരും, നിങ്ങൾ കിടന്നോ, രാവിലെ ക്ഷേത്രത്തിൽ പോകേണ്ടതല്ലേ. മണി അവിടെ നിന്ന് പോയതിനു ശേഷം ഫോൺ എടുക്കാനായി അവിടേക്ക് വന്ന നിധിയോട് സുഭാഷ് ചോദിക്കുന്നു, നിധി റൂമൊക്കെ കണ്ടില്ലേ, ഇഷ്ടപ്പെട്ടോ? കൊള്ളാം സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് നിധി ഫോണും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. സുധീഷും പിന്നാലെ പോകുന്നു. നിധി വാതിൽ തുറക്കുമ്പോൾ പിന്നിലേക്ക് വന്ന സുധീഷ് നിധിന്ന് വിളിക്കുമ്പോൾ ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ് നിധി. സുധീഷ് പറയുകയാണ്, നിധിക്ക് പേടിയുണ്ടെങ്കിൽ ഞാനും കൂടി റൂമിൽ വന്ന് കിടക്കാം. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ബെഡിലല്ല ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പായിട്ട് കിടന്നോളാം. എന്താ ഞാനിങ്ങനെ പറഞ്ഞെന്ന് വെച്ചാ ഇതൊരു ചെറിയ ഗ്രാമമല്ലേ, പെട്ടെന്ന് കറണ്ട് പോയാൽ നിധി പേടിക്കില്ലേ, അതുകൊണ്ടാ. അപ്പൊ നിധി പറയുന്നു, ഫോണിൽ ടോർച്ചുണ്ട്, ഞാൻ നോക്കിക്കോളാം. അപ്പൊ സുധീഷ് പറയുകയാണ്, അതല്ല വേറെന്തെങ്കിലും ആവശ്യം വന്നാലോ, ഞാൻ അടുത്തുണ്ടെങ്കിൽ നിധിക്കൊരു ഹെൽപ്പ് ആകില്ലേ. കണ്ടില്ലേ ഫോണിൽ സിഗ്നൽ 2 പോയിന്റ് പോലും ഇല്ല. എന്നെ ഒന്ന് വിളിക്കണമെന്ന് തോന്നിയാൽ പോലും കോള് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാനൊരു മൂലയ്ക്ക് കിടന്നോളാം നിധി. അവിടേക്ക് വന്ന ഹരീഷ് ചോദിക്കുന്നു, ഏട്ടത്തി ചാന്ദിനിയെ ഏട്ടത്തിയുടെ റൂമിൽ കിടത്തുവെന്ന് സുഭാഷ് ഏട്ടൻ ചോദിച്ചു. അപ്പൊ നിധി പറയണ, അത് ശരിയാണല്ലോ, ചാന്ദിനി ഉണ്ടല്ലോ, അത് ഞാൻ മറന്നുപോയി. ഞാനും ചാന്ദിനിയും കൂടി റൂം ഷെയർ ചെയ്തോളാം, ചാന്ദിനി ഈ റൂമിൽ കിടന്നോട്ടെ. അപ്പൊ ഹരീഷ് പറയുകയാണ്, ശരി ഏട്ടത്തി, ചാന്ദിനി ഇപ്പൊ വരും. സുധീഷ് ഏട്ടൻ വന്ന് പറഞ്ഞ് സുധീഷിനെയും കൂട്ടി ഹരീഷ് അവിടെ നിന്ന് പോവുകയാണ്. കൈ തട്ടി മാറ്റിക്കൊണ്ട് സുധീഷ് പറയുകയാണ്, എനിക്ക് നിധിയുടെ കൂടെ അവിടെ കിടക്കുമായിരുന്നു, നീ വന്നത് നശിപ്പിച്ചു. അപ്പൊ ഹരീഷ് പറയുകയാണ്, നശിപ്പിച്ചല്ലേ, കുറച്ചു നേരം കഴിഞ്ഞിരുന്നെങ്കിൽ ഏട്ടത്തിയുടെ തല്ല് വാങ്ങിയനെ. നിനക്ക് അസൂയാണെന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, എനിക്ക് അസൂയാണല്ലേ, എങ്കിൽ ചെന്ന് അടി വാങ്ങിക്കൂ, എനിക്കെന്താ. അപ്പൊ സുഭാഷ് പറയുകയാണ്, വന്ന് കിടക്കട, സമയം ഒരുപാടായി. ഈ സമയം ചാന്ദിനി അവിടേക്ക് വരികയാണ്. സുഭാഷ് പറയുന്നു, ചാന്ദിനി നിധിയുടെ റൂമിൽ കിടന്നു. ഈ സമയം അവിടേക്ക് വന്ന നിധി ചാന്ദിനിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് വിഷമത്തോടുകൂടി നിധിയെ തന്നെ നോക്കിയിരിക്കുന്നു. തുടർന്ന് അവിടേക്ക് വന്ന ലളിത കാണുകയാണ് സുഭാഷിന്റെയും നികേഷിന്റെയും ഹരീഷിന്റെയും ഒപ്പം കിടക്കുന്ന സുധീഷിനെ. നിധിയുടെ റൂമിലേക്ക് ശ്രദ്ധിക്കുന്നു. നിധിയുടെ റൂമിൽ തട്ടി വിളിച്ച് ലളിത ചോദിക്കുന്നു, നീ തനിച്ചാണോ കിടക്കുന്നത്? അതേന്ന് നിധി പറയുമ്പോൾ ലളിത ചോദിക്കേണ്ട, നിന്റെ ഭർത്താവ് നിന്റെ കൂടെയല്ലേ കിടക്കുന്നത്? അപ്പൊ നിധി പറയുകയാണ്, സുധീഷ് സുഭാഷ് ഏട്ടന്റെയും അനിയന്മാരുടെയും ഒപ്പം കിടക്കുകയാണല്ലോ. ലളിത ചോദിക്കുന്നു, സുധീഷ് എന്താ അവിടെ കിടക്കുന്നത്? അപ്പൊ നിധി ചോദിക്കേണ്ട, അതറിഞ്ഞിട്ട് അമ്മായിക്ക് എന്താ വേണ്ടത്? അപ്പൊ ലളിത പറയുന്നു, ഭാര്യയും ഭർത്താവും ഒരുമിച്ചല്ല കിടക്കേണ്ടത്. അപ്പൊ നിധി പറയുകയാണ്, അമ്മായിയുടെ ഭർത്താവ് ഒരുപാട് നാളായി ഗൾഫിലല്ലേ, നിങ്ങൾ ഒരുമിച്ച് ഉറങ്ങാറില്ലല്ലോ, അമ്മായി തനിച്ചല്ലേ കിടക്കുന്നത്? അപ്പൊ ലളിത പറയുകയാണ്, എന്റെ ഭർത്താവ് ഗൾഫിലായതുകൊണ്ടാ ഞാൻ തനിച്ച് കിടക്കുന്നത്, നിന്റെ ഭർത്താവ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ നിധി പറയുകയാണ്, അവരവരുടെ സ്വന്തം നാട്ടിലേക്ക് വന്നതല്ലേ, അവര് ഒരുമിച്ച് കിടക്കട്ടെ, ഞാൻ തനിച്ച് കിടന്നോളാം. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ലളിത ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഉണ്ട്, പ്രശ്നം തീർക്കാൻ വരുന്നുണ്ടോ? അപ്പൊ ലളിത പറയുകയാണ്, എനിക്കെന്താ വേറെ ജോലിയില്ലേ? അപ്പൊ നിധി പറയുകയാണ്, എങ്കിൽ പോയി അത് ചെയ്. ഈ സമയം വെള്ളവുമായി അവിടേക്ക് വന്ന ചാന്ദിനി മാറി നിൽക്കാനായി ലളിതയോട് പറയുകയാണ്. ലളിത മാറി നിൽക്കുമ്പോൾ ചാന്ദിനി റൂമിലേക്ക് പോകുന്നു. ഈ പെണ്ണ് നിന്റെ കൂടെയാണോ കിടക്കുന്നതെന്ന് ലളിത ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അതെ. അപ്പൊ ലളിത പറയുകയാണ്, ഇതങ്ങ് ആദ്യം പറഞ്ഞാൽ പോരായിരുന്നു? അപ്പൊ നിധി പറയുകയാണ്, അത് പറഞ്ഞിരുന്നെങ്കിൽ വെറുതെ വിടുമായിരുന്നു, അത് വെച്ച് 40 ചോദ്യം ചോദിച്ചേനെ. അപ്പൊ ലളിത പറയുകയാണ്, ഹോ എന്താടി നിന്റെ നാവ്, ആ കുടുംബത്തിന് പറ്റിയ മരുമകളാ. അങ്ങനെ ലളിത അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടു കൂടി വാതിലടയ്ക്കുകയാണ് നിധി. തുടർന്ന് രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകാനായി ഒരുങ്ങി ഹാളിലേക്ക് വരികയാണ് സുഭാഷും നികേഷും ഹരീഷും സുധീഷും. നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ എന്താ ഇത്, ഇന്ന് ഷർട്ടും മുണ്ടും ഒക്കെ എടുത്തിരിക്കുന്നു? പുഞ്ചിരിച്ച സുധീഷ് പറയുന്നു, ഇന്നെനിക്ക് മുണ്ട് എടുക്കണമെന്ന് തോന്നി. അപ്പോൾ സുഭാഷ് ചോദിക്കണം, പെട്ടെന്ന് എന്താടാ നിനക്ക് മുണ്ട് എടുക്കണമെന്നൊരു മോഹം? അപ്പൊ സുധീഷ് പറയണ, അതല്ല സുഭാഷ് ഏട്ടാ, നിധി സാരി ഉടുക്കുമ്പോൾ അവൾക്ക് മാച്ചിങ് ആയി ഞാൻ ഒരിക്കൽ പോലും മുണ്ട് എടുത്തിട്ടില്ല, ഇന്ന് അവൾക്ക് മാച്ചിങ് ആയി ട്രഡീഷണലായി മുണ്ട് എടുക്കണമെന്ന് തോന്നി. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി സാരിയാ ഉടുക്കുന്നതെന്ന് സുധീഷ് ഏട്ടൻ അങ്ങനെ അറിഞ്ഞു? അപ്പോൾ സുധീഷ് പറയണ, എടാ ഞാൻ അവളുടെ ഭർത്താവല്ലേ, എനിക്കറിയാതിരിക്കോ? നീ വേണമെങ്കിൽ നോക്കിക്കോ, നിന്റെ ഏട്ടത്തി സാരി ഉടുത്തോണ്ട് വരും, കാണാമെന്ന് ഹരീഷ് പറയുമ്പോൾ പുഞ്ചിരിച്ച സുധീഷ് പറയണ, നിങ്ങൾ കണ്ടോ? ഈ സമയം സാരിയൊക്കെ എടുത്ത് സന്തോഷത്തോടു കൂടി റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് നിധി. സുധീഷ് കണ്ടെടുക്കാതെ പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ നിധിയും പുഞ്ചിരിച്ച് എല്ലാവരെയും നോക്കുന്നു. സുഭാഷും ഹരീഷും നികേഷും സന്തോഷത്തോടു കൂടി നിധിയെ നോക്കുകയാണ്. നിധി പുഞ്ചിരിച്ച് സുധീഷിന്റെ അരികിലേക്ക് വന്ന് നിൽക്കുമ്പോൾ നികേഷ് പറയുന്നു, ഏട്ടത്തി സാരി സൂപ്പർ ആയിട്ടുണ്ട്, താങ്ക് യു നികേഷ് എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ, താങ്ക് യു എന്ന് നിധി പറയുമ്പോൾ ഹരീഷ് പതിയെ സുധീഷിനോട് പറയുകയാണ്, ഒരുപാട് ഒലിപ്പിക്കണ്ട, തുടച്ചോ. സുധീഷ് പതിയെ പറയുന്നു, മിണ്ടാ നിൽക്കടാ. നിധി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സുധീഷ് പുറത്തേക്ക് ഓടി പോവുകയാണ്. സുധീഷ് എവിടെ പോയതാണെന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, അറിയില്ല. സുധീഷ് മുല്ലപ്പൂ കൊണ്ടുവന്ന് നിധിക്ക് കൊടുക്കുകയാണ്. നീ ഇതെപ്പോഴാ വാങ്ങിയതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഞാൻ രാവിലെ പോയി വാങ്ങിയതാ സുഭാഷ് ഏട്ടാ, നിധി ഇന്ന് സാരി ഉടുക്കുമെന്ന് തോന്നി, അതുകൊണ്ടാ ഞാൻ മുല്ലപ്പൂ വാങ്ങാന്ന് വിചാരിച്ചത്. സന്തോഷത്തോടു കൂടി അത് വാങ്ങി നിധി പറയുന്നു, താങ്ക് യു സുധീഷ്. നികേഷും ഹരീഷും പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുന്നു. നികേഷ് പതിയെ സുധീഷിനോട് പറയുന്നു, സുധീഷ് ഏട്ടാ അടുത്തോട്ട് നിൽക്ക്. സുധീഷ് പുഞ്ചിരിച്ച് നിധിയുടെ അരികിലേക്ക് നിൽക്കുമ്പോൾ നികേഷ് ഫോട്ടോ എടുക്കുകയാണ്. നിധി ഇത് ശ്രദ്ധിക്കുന്നില്ല. ഈ സമയം ക്ഷേത്രത്തിലേക്ക് പോകാനായി ഒരുങ്ങി അശ്വിനും സുനന്ദയെ അവിടേക്ക് വരികയാണ്. സുഭാഷ് ഏട്ടാ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി വന്ന് സുനന്ദ ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഇറങ്ങി സുനന്ദേ. അശ്വിന്റെയും സുനന്ദയുടെയും ഡ്രസ്സ് കണ്ട് നികേഷ് ചോദിക്കുന്നു, രണ്ടുപേരും മാച്ചിങ് മാച്ചിങ്ങാ? പുഞ്ചിരിച്ച് അശ്വിനെ ഒന്ന് നോക്കിയിട്ട് സുനന്ദ പറയുന്നു,
പറയുകയാണ് അതെ നന്നായിട്ടുണ്ടോ. ഈ സമയം സുനന്ദ എന്ന് വിളിച്ച് ലളിത അവിടേക്ക് വരുമ്പോൾ സുനന്ദ പറയുകയാണ് അമ്മ ഇവരെല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോകാനായി ഇറങ്ങിയതാ, നമുക്ക് ഒരുമിച്ച് പോയാലോ. അവൾ ലളിത പറയുന്നു ഇല്ല സുനന്ദേ, നമുക്കവിടെ കുറച്ച് ജോലിയുണ്ട്, നമുക്ക് നേരത്തെ പോയേ പറ്റൂ, ഇവര് പതിയെ വന്നാ മതി, നമുക്ക് ഒരുമിച്ച് പോകാം അമ്മയെന്ന് സുനന്ദ പറയുമ്പോൾ ലളിത പറയുകയാണ് പറയുന്നത് കേക്ക് അശ്വിൻ വാ നമുക്ക് പോകാം. അപ്പോൾ സുനന്ദ പറയുകയാണ് ശരി നമുക്ക് എല്ലാവർക്കും ക്ഷേത്രത്തിൽ വെച്ച് കാണാം. ശരി കാണാന്ന് പറഞ്ഞ് അശ്വിൻ സുനന്ദയും കൂട്ടി അവിടെ നിന്ന് പോകുമ്പോൾ ലളിതയും പിന്നാലെ പോവുകയാണ്. ഈ സമയം ക്ഷേത്രത്തിലേക്ക് പോകാനായി ഒരുങ്ങി ചാന്ദിനി അവിടേക്ക് വരികയാണ്. സുഭാഷ് പുഞ്ചിരിച്ച് ചാന്ദിനിയെ നോക്കുമ്പോൾ നികേഷ് പറയുകയാണ് ചാന്ദിനി ഡ്രസ്സ് നന്നായിട്ടുണ്ട്, ഡ്രസ്സ് ബഹുത്തച്ച. ചാന്ദിനി പുഞ്ചിരിച്ച് ശുക്രിയ എന്ന് പറയുമ്പോൾ സുധീഷ് പറയുകയാണ് എല്ലാവരും വന്നല്ലോ നമുക്ക് ഇറങ്ങിയാലോ. അപ്പൊ സുഭാഷ് പറയുന്നു അച്ഛൻ രാവിലെ എവിടേക്ക് പോയതാ. ഇതിട്ട് സുധീഷ് പറയുകയാണ് അയാൾ എവിടേക്കെങ്കിലും പോട്ടെ, ക്ഷേത്രത്തിലേക്ക് വരുമായിരിക്കും. അങ്ങനെ അവരെല്ലാവരും കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്